ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഈ ബിസിനസ് ക്ലാസ്സിലും ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. കേട്ടല്ലോ, ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളുടെ കയ്യിലാണ് എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ പല ഭാഷയിൽ പല കാര്യങ്ങൾ പറയുന്ന ഇദ്ദേഹത്തിന് ആദ്യം ജനങ്ങളൊന്ന് വിശ്വസിക്കണ്ടേ, പിന്നല്ലേ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രയും ലഹരി പിടിച്ചൊരു സംസ്ഥാനം മറ്റെവിടെയെങ്കിലും ഇല്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് സംശയം തോന്നും. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ മതി, അത് കേരളം മുഴുവൻ വലിയ ബഹളമാണ്, ചർച്ചയാണ്, മീഡിയകൾ കൊണ്ടാടും ആഘോഷിക്കും. രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ ആ മൊത്തം രാഷ്ട്രീയ നേതൃത്വം തന്നെ ആ ബൈ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ അങ്ങോട്ട് കേന്ദ്രീകരിച്ച് തമ്പടിച്ച് ഏതാണ്ട് ഒരു മാസക്കാലം വലിയൊരു കോലാഹലം, അല്ലെങ്കിൽ കേരളം മുഴുവൻ ആ ഒരു മണ്ഡലത്തിലേക്ക് അങ്ങ് ചുരുങ്ങും. നിലമ്പൂരിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ എന്ന വ്യക്തി വിളിച്ചു വരുത്തിയ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആരും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല ഈ അവസാന കാലഘട്ടത്തിൽ ആ MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ തന്നെ ഒരു സ്വതന്ത്ര MLA ആയി അവിടെ തുടരാമായിരുന്നു. ആ ജനങ്ങളോടുള്ള സേവനം 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് നടത്താമായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് വീഴുമില്ല. ഇനി അഥവാ അവിടെ ഇനിയിപ്പോൾ ഈ PV അൻവറോ അല്ലെങ്കിൽ UDF ജയിച്ചാൽ പോലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ UDF ജയിച്ചാൽ പോലും 2026 UDF ഇത് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. കാരണം ഒരു വർഷം ഇനിയും ബാക്കിയുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ മാറിമറിയാൻ പോകുന്നു. PV അൻവർ നമ്മൾ കേട്ടിടത്തോളം ബേസിക്കലി അദ്ദേഹം ഒരു നല്ല കച്ചവടക്കാരനാണ്. ആ കച്ചവടം നന്നായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ആളായിരുന്നു ഞാൻ, ഇപ്പോൾ ഞാൻ വട്ടപൂജ്യമായി, എല്ലാം എന്നെ നശിപ്പിച്ചു, എല്ലാം എൻ്റെ കേസെടുത്തും മറ്റും എന്നെ നശിപ്പിച്ച് നാറാണത്തുകല്ലാക്കി, വട്ടപൂജ്യമാണ്. ഒരു രൂപ എടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല, 10,000 രൂപയ്ക്ക് പോലും ഞാൻ ബുദ്ധിമുട്ടുന്നു എന്നെല്ലാം കരയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ ലാഭം മാത്രം വിചാരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലിറങ്ങിയതാണോ ഈ കച്ചവട മനസ്സുള്ള ഈ നേതാവ് എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഈ പിണറായിയോടും പിന്നെ പോരടിക്കുന്നു. DMK എന്ന കക്ഷിയെ തേടി പോകുന്നു. പിന്നീട് തൃണമൂൽ എന്ന ഒരു കക്ഷിയെ തേടി പോകുന്നു. അവർ ഇവിടെ പാർട്ടി തുടങ്ങാനായിട്ട് അംഗീകാരം നൽകുന്നു. ഈ തൃണമൂലും കേരളവും തമ്മിൽ എന്താ ബന്ധം എന്ന് നമുക്കാർക്ക് ആലോചിച്ച് മനസ്സിലാകുന്നില്ല. പല പാർട്ടികളിലായിട്ട് യാതൊരു രക്ഷയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന കുറേ മനുഷ്യർ കൂടിച്ചേർന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അത് അൻവറിനും അറിയാമായിരിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം തീർച്ച, അവിടെ നിലമ്പൂരിൽ അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും UDFന് കിട്ടാൻ പോകുന്ന വോട്ട് UDFന് കിട്ടും. കാരണം അത് അവരുടെ ശക്തമായ മണ്ണാണ്, അവർക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ്. കുറേ വർഷങ്ങളോളം അവരുടെ കയ്യിലിരുന്ന നിയമസഭാ സീറ്റാണ്. ഒരർത്ഥത്തിൽ സതീശനെടുത്ത നിലപാടാണ് ശരി. മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുപക്ഷെ ആകാംക്ഷ കൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ ഒരുപക്ഷെ തോറ്റുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പിണറായിയുടെ ഈ ഭരണത്തിനെതിരെ ഒരു വിധിയെഴുത്തുണ്ടാകണം, 2026 കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശമാകണം, UDFന് ഒരു ആവേശമാകണം, ഏതൊക്കെ ഒരു ഗ്യാരണ്ടി വിജയമാകണം എന്നൊക്കെയുള്ള ഒരു മനസ്സുകൊണ്ടായിരിക്കാം അൻവറിനെ കൂടെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ സതീശന് ആ രാഷ്ട്രീയമറിയാം. മറ്റുള്ളവരെന്തിനാണ് അവനവൻ്റെ നിലയും മാനവും ഒക്കെ വിട്ട് ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് യാചിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതങ്ങ് തെക്ക് ജില്ലയിലൊന്നാണ്. ഇപ്പോൾ 2 പക്ഷത്തുമില്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയി അഭയം തേടിയ കാര്യവും നമുക്കറിയാം. ഇപ്പം ആരുമല്ല, വായത്തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന അദ്ദേഹം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. സന്ദർഭം മുതലെടുത്ത് അതിവിദഗ്ധമായി വിലപേശുന്ന ഇത്തരം രാഷ്ട്രീയ ശക്തികൾക്കെതിരെ 2 രാഷ്ട്രീയ പക്ഷവും ഒരുമിച്ച് നിന്ന് പൊരുതി അവരെ തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വ്യക്തമായ നിലപാട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം. ഒരു വാൽകൃഷ്ണൻ കൂടെ കേട്ടു നോക്കാം. PV അൻവർ രാവിലെ പറഞ്ഞത് എത്ര വേഗമാണ് മറിച്ച് പറയുന്നത് എന്നും കൂടെ കേട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് കേട്ടു നോക്കും. മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ നിലപാടിൽ മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്?
എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പൈസ ആയിട്ട് വരുന്നു, 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ ഒന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നാകെ പറഞ്ഞാൽ പിന്നെ പാവം അൻവർ എന്ത് ചെയ്യാനാ? മത്സരിക്കുക തന്നെ, തലവിധി മാറ്റാനാകില്ലല്ലോ.